ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ലീവ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ലീവ് ലെറ്റർ നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു ലെറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇത് ചർച്ച ചെയ്യുന്നത്. ഈ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ രക്ഷിതാവാണ്. ആ രീതിയിലാണ് ഈ ലെറ്റർ ക്രിയേറ്റ് ചെയ്തത്. ഈ ലെറ്റർ എല്ലാ രക്ഷിതാക്കൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ലെറ്ററാണ്. ഓക്കെ, നമുക്ക് ലെറ്റർ വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത് ഒരു സാലുട്ടേഷൻ കൊടുക്കുക. ഫസ്റ്റ് നമ്മുടെ കുട്ടിയുടെ പേരും ക്ലാസ്സും ഡിവിഷനും ഒക്കെ എഴുതിയതിന് ശേഷം റെസ്പെക്റ്റഡ് ക്ലാസ് ടീച്ചർ, ക്ലാസ് ടീച്ചറാണെങ്കിൽ ക്ലാസ് ടീച്ചർ, അല്ലെങ്കിൽ പ്രിൻസിപ്പലാണെങ്കിൽ പ്രിൻസിപ്പലിനെ എഴുതുക. മോസ്റ്റ് റെസ്പെക്റ്റ്ഫുള്ളി, വളരെ ബഹുമാനത്തോടു കൂടെ, ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ്, ഞാനിവിടെ പറയാൻ പോകുന്നു, ഒരു കാര്യം പറയാൻ പോകുന്നു. ആ കാര്യം ഇതാണ്: മൈ ഡോട്ടർ സൺ, എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ. ഇഷ്ടമുള്ള രണ്ടിലൊരാളായിരിക്കുമല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പേര് കൊടുക്കുക, സ്റ്റുഡൻറ്റ് ഓഫ് ഗ്രേഡ്. അപ്പോൾ ഏത് ഗ്രേഡിലാണ് പഠിക്കുന്നത് വെച്ചെങ്കിൽ ആ ഗ്രേഡ് നിങ്ങൾ എഴുതുക. ഓക്കെ, ഈ സഫറിങ് ഫ്രം സഫർ എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ സഫറിങ് ഫ്രം എന്ന് പറഞ്ഞാൽ ആ കുട്ടി രോഗിയാണ്. എന്ത് കാരണത്താൽ? ഫ്രം എന്നതിന് ശേഷം നിങ്ങൾക്ക് ഹെഡേക്ക്, ഫീവർ, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഏത് അസുഖമാണോ ആ അസുഖം നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു ഡോട്ടാണ്. അതിനുശേഷം കൈൻഡ്ലി അപ്രൂവ് ദ ലീവ് ഫോർ, ദയവ് ചെയ്ത് ലീവ് അപ്രൂവ് ചെയ്യണം, അംഗീകരിക്കണം. ഫോർ, എത്ര ഡേയ്സ് ആണോ ആ ഡേയ്സ്. നിങ്ങൾക്ക് 2 days ആണെങ്കിൽ 2 days നിങ്ങളവിടെ എഴുതുക. സോ ദാറ്റ് ഹി ഓർ ഷീ, നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, സണ്ണാണെങ്കിൽ ഹി ആണോ, ഡോക്ടറാണെങ്കിൽ ഷീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ക്യാൻ ടേക്ക് റെസ്റ്റ്, അവൾക്ക് റെസ്റ്റ് എടുക്കാം. ആൻഡ് റിക്കവർ ഹെർ ഹെൽത്ത് സ്പീഡ്ലി, അങ്ങനെ വളരെ പെട്ടെന്ന് അവരുടെ ആരോഗ്യം റിക്കവർ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കാൻ കഴിയും. ഓക്കെ, ഐ വിൽ ടീച്ച് ഹെർ, ഞാൻ അവളെ പഠിപ്പിക്കും. അറ്റ് ഹോം ഫോർ ദ കോഴ്സ് വർക്ക്, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട വർക്കുകളെല്ലാം ഞാൻ അവളെ പഠിപ്പിക്കാം, വീട്ടിൽ നിന്ന് പഠിപ്പിക്കാം. ഹി വിൽ മിസ് ഡ്യൂറിങ് ദിസ് ഡേയ്സ്, 2 days ആണ് നമ്മളവിടെ എഴുതുന്നതെങ്കിൽ മാത്രം 2 days ആണ്. ഇവിടെ നമ്മൾ ഡോട്ടാണ് എഴുതേണ്ടത്. അതായത് നമ്മളിവിടെ എത്ര ഡേയ്സ് ആണോ മെൻഷൻ ചെയ്ത് അത്രയും ഡേയ്സാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം അവൾ അല്ലെങ്കിൽ അവൻ ലീവിലായിരിക്കും. താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ, പ്രതീക്ഷയോടുകൂടെ നന്ദി. ഓക്കെ, റിഗാർഡ്സ്, നമ്മുടെ പാരൻസിൻ്റെ നെയിം, ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ നെയിമാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോമൺ ലീവ് ലെറ്റർ. ഞാനിത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ പേര് മെൻഷൻ ചെയ്യുക, അതുപോലെ ഗ്രേഡ്, അതുപോലെ തന്നെ ഏത് അസുഖമാണോ ആ അസുഖത്തിൻ്റെ പേര് എഴുതുക. എത്ര ദിവസമാണോ ആ ദിവസവും ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഇത്രമാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ലീവ് ലെറ്റർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടെ ഇനി നമുക്ക് മറ്റു ലെറ്ററുമായി വീണ്ടും കാണാം. സീ ബൈ.